നമസ്കാരം. വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിനാട് മനനം സെന്റർ ഫോർ ക്ലിനിക്കൽ സൈക്കോളജി സർവീസസിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ അനിൽകുമാർ സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം സർ. താങ്ക് യു സർ. ഓരോ ദിവസവും നമ്മൾ ഓരോരോ വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ പരിപാടിയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. നമ്മൾ ഒരു കോവിഡ് വന്നു, കുട്ടികളുടെ കയ്യിലോട്ട് ആ ഫോൺ കൊടുത്തു, ഇതുവരെയും തിരിച്ച് മേടിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറയും. അതാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കുട്ടികളുടെ കയ്യിലെല്ലാം ഫോണുണ്ട്. നമുക്കറിയാം അത് അവരുടെ കയ്യിൽ അമിതമായിട്ട് യൂസ് ചെയ്യാൻ കൊടുത്തുകൂടാ എന്ന്. പക്ഷേ നമ്മൾ നിർബന്ധപൂർവ്വം ചില പേരൻസ് കൊടുക്കുന്ന കാണാം, ചിലർ കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിലും കൊടുക്കുന്ന കാണാം, ചില കുഞ്ഞുങ്ങൾ കരഞ്ഞു വാങ്ങിക്കുന്ന കാണാം. അങ്ങനെ പല സ്റ്റേജിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സാറിന് ഇന്ന് എന്തെല്ലാമാണ് ഞങ്ങളോട് പറയാനുള്ളത്? അപ്പോൾ ഈ പറഞ്ഞ പോലെ രക്ഷിതാക്കൾക്ക് പൊതുവെ നിലനിൽക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ ഡിജിറ്റൽ ഡിവൈസസ് കുട്ടികൾക്ക് അലോ ചെയ്യണോ, അത് റെസ്ട്രിക്റ്റ് ചെയ്യണോ, അതോ പരിപൂർണമായിട്ടും അത് കൊടുക്കാതിരിക്കണോ എന്നൊക്കെയുള്ള ധാരാളം കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡിജിറ്റൽ യുഗമാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു യുഗമാണ്. അപ്പം നമുക്ക് ഇതൊന്നും തന്നെ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടും നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിവൈസസ് അല്ലെങ്കിൽ ഇത്തരം സാധ്യതകളിൽ നിന്നും ഒഴിച്ചു നിർത്തുക എന്ന് പറയുന്നതും അസാധ്യമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കുക, അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിനർത്ഥം ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു ഉത്തരം അതിനില്ല. കാരണം അതിൻ്റെ ആവശ്യകതയും വരാറുണ്ട്, പക്ഷേ അതിൻ്റെ എക്സസീവ് യൂസേജിനെയാണ് നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പം ഈ എക്സസീവ് യൂസേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇവർക്ക് ഒരു സ്ക്രീൻ ടൈം അലോട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേം. അതെ, സ്ക്രീൻ ടൈം ഇതെന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? അപ്പോൾ നമുക്കറിയാം ടെലിവിഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മറ്റ് ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ തന്നെ സ്ക്രീനിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ യൂസിനെയാണ്. അപ്പോൾ അതിൽ ഒരു ദിവസം 24 hours ഒരു വ്യക്തി ഈ ഏത് ഡിവൈസാണോ ഉപയോഗിക്കുന്നത് അതിൽ മാക്സിമം എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ് സ്ക്രീൻ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പം ഓരോ കുട്ടികളുടെ ഏജ് വൈസ് നോക്കുമ്പോൾ അവർക്ക് ഇത്ര സ്ക്രീൻ ടൈം കൊടുക്കാവുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ആണെങ്കിലും ചില നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് സ്ക്രീൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ ജനിച്ച് 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സ്ക്രീൻ എക്സ്പോഷറും പാടില്ല എന്ന് തന്നെയാണ് വളരെ നിർബന്ധമായും നിഷ്കർഷിച്ചിരിക്കുന്നത്. അതായത് 2 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്ക്രീൻ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ നിർദ്ദേശം. അത് WHO അത് തന്നെ പറയുന്നുണ്ട്. ഒരു ചെറിയ എക്സെപ്ഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ വീഡിയോ കോൾസൊക്കെ ചിലപ്പം വരാം, പേരൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയാലും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോൾ കുട്ടികളെ കാണിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഒഴിച്ച് ബാക്കി ഒരു തരത്തിലും 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീനിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അലൗഡ് ആയിട്ടുള്ളത് ലെസ് ദാൻ 1 hour, അതായത് 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് അവർക്ക് അലോ ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ എന്ന് പറയുന്നത്, സ്ക്രീനിൻ്റെ ടൈം യൂസേജ് എന്ന് പറയുന്നത്. മാക്സിമം 1 hour, അതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അതിനുശേഷം 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ അവിടെ ടൈം ലിമിറ്റ് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും വളരെ ബാലൻസിങ് ആയിട്ടുള്ള രീതിയിൽ സ്ക്രീൻ യൂസേജിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അവർ വളരെ ആക്റ്റീവായിട്ടിരിക്കണം, കളിക്കണം, അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ അവരുടെ അക്കാഡമിക്സ്, അവരുടെ പഠനം നടക്കണം. അതുപോലെ അവരുടെ കൃത്യസമയത്തുള്ള ഭക്ഷണം, ഉറക്കം, അവരുടെ ഹോബീസ്, ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ബാലൻസ്ഡായിട്ട് നടക്കുകയും അതിനോടൊപ്പം അവർക്ക് അല്പസമയം സ്ക്രീൻ ടൈം അലോ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നുള്ളതാണ് നിർദ്ദേശം. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ 5 വയസ്സ് കഴിഞ്ഞാലോ? അതാണ് ഞാൻ പറഞ്ഞത്. 5 വയസ്സിന് ശേഷം ഉള്ള കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ടൈം ലിമിറ്റ് പറയുന്നില്ല. പകരം ഈ പറഞ്ഞ മറ്റു ഡൊമൈൻസുകളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോവുകയും വേണം. അതിനിടയിൽ ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് അലോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല.
സർ, ഇപ്പം എപ്പോഴായിരിക്കും ഇതൊരു എക്സസീവ് സ്ക്രീൻ ടൈം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അക്കാഡമിക്സ്, അവരുടെ മറ്റ് ആക്ടിവിറ്റീസ്, ഫുഡ്, സ്ലീപ്പ്, ഇത്തരം എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയി പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അറ്റ് ടൈംസ് പക്ഷേ കുട്ടികൾ ഒരുപക്ഷെ ഈ യൂസേജ് ഈ പറഞ്ഞ ഡൊമൈൻസിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് വരുന്നു. അതായത് ഒന്നുകിൽ ഉറക്കത്തെ അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സ്ക്രീൻ ടൈം ഈ മറ്റു മേഖലകളെ ഹൈജാക്ക് ചെയ്ത് തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു എക്സസീവ് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പം എക്സസീവ് സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. ചിലപ്പം ഇതിൽ എപ്പോഴായിരിക്കും ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫിലുള്ള മിക്ക ആക്ടിവിറ്റീസിനെയും ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോഴാണ്. അതുപോലെ തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ടൈം എടുക്കുന്നു. വളരെ നീണ്ട അവേഴ്സ് ഒരുപക്ഷെ ഈ സ്ക്രീൻ യൂസേജിനായിട്ട് കുട്ടി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ കുട്ടിക്ക് തന്നെ ചില സമയങ്ങളിൽ ഇത് നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിൽ അത് നീണ്ടു പോകുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലോ കുട്ടി പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, അങ്ങനെ അത്തരത്തിലുള്ള ചില റിയാക്ഷൻസ് കാണിക്കുന്നു. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റ് സബ്സ്റ്റൻസ് യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റൻസ് അഡിക്ഷൻസ്. അപ്പോൾ അതിന് സമാനമായ തരത്തിലുള്ള ലക്ഷണങ്ങൾ പോലും ഈ സ്ക്രീൻ അഡിക്ഷനിൽ വരാറുണ്ട്. നമ്മളതിന് ബിഹേവിയറൽ അഡിക്ഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. സബ്സ്റ്റൻസ് അല്ലാത്ത തരത്തിലുള്ള എല്ലാത്തരം അഡിക്റ്റീവ് ബിഹേവിയേഴ്സിനെയും ബിഹേവിയറൽ അഡിക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കാണുന്നത് സബ്സ്റ്റൻസ് അബ്യൂസിൽ കാണുന്നത് പോലെ തന്നെയുള്ള ചില ലക്ഷണങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ടോളറൻസ്, അതായത് സമയം നീണ്ടു പോകുന്നു. ആദ്യമേ കുറച്ച് സമയം മതിയായിരുന്നുവെങ്കിൽ പിന്നീട് കുട്ടിക്ക് എത്ര സമയം യൂസ് ചെയ്തിട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അത് നിർത്താൻ പറ്റുന്നില്ല. അത് നമ്മൾ സബ്സ്റ്റൻസിലും കാണാൻ സാധിക്കുന്നതാണ്, അളവ് കൂടി വരുന്നു എന്ന് പറയുന്നത്. പിന്നൊന്ന് വിത്ഡ്രോവൽ സിംറ്റംസ്, അതും ഇത്തരം ബിഹേവിയറൽ അഡിക്ഷൻസിൽ കാണാൻ സാധിക്കും. എന്താണ്, എപ്പോഴെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യുകയോ ഇത് പിന്നീട് കുട്ടിക്ക് ഇത് സ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുമ്പോൾ വല്ലാത്ത വിത്ഡ്രോവൽ കാണിക്കുന്നു, പിന്മാറ്റ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ ദേഷ്യമാകാം, ഫ്രസ്ട്രേഷൻ ആവാം, ചിലപ്പോൾ സങ്കടം വരിക, അല്ലെങ്കിൽ പിന്നെ അജിറ്റേറ്റഡ് ആകുക, ആങ്സൈറ്റി ഫീൽ ചെയ്യുക, ഇത്തരത്തിലുള്ള ചില വിത്ഡ്രോവൽ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുകയും ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ സ്ക്രീൻ യൂസേജ് മാത്രമായി മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് അഡിക്ഷൻ്റെ ലക്ഷണമായിട്ട് പറയുമ്പോഴും ഇത് നിലവിൽ ഇതുവരെയും ഒരു ക്ലാസിഫിക്കേഷൻ എന്ന തരത്തിലേക്ക് അത് വന്നിട്ടില്ല. അത് റിസർച്ചുകൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ഈ അഡിക്ഷൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലും കാണുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സർ, ഇപ്പം ഈ ഒരു അഡിക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സർ, കാലക്രമേണ ഈ അമിതമായിട്ടുള്ള ഫോൺ യൂസേജ് കൊണ്ട് കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരുന്നത്? ഈ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് പറഞ്ഞു, മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റെല്ലാ അഡിക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ എക്സസീവ് യൂസേജ് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ ഒട്ടും തന്നെ എക്സ്പോസ് ചെയ്യരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ എക്സ്പോസ് ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഒന്ന് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിന്, അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സിന്, അവരുടെ സോഷ്യോ അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ആണ് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ ഒരു വെർച്വൽ വേൾഡ് അവർക്ക് ഒരിക്കലും ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് അത്തരം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 2 വയസ്സ് വരെയുള്ള ഇൻഫൻസിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു തരത്തിലും 2 വയസ്സ് വരെ കുട്ടികൾക്കത് പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വലിയ കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലേക്ക് വരുവാണെങ്കിൽ തന്നെയും അവരെ സംബന്ധിച്ചും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വളരെ പ്രധാനമായിട്ട് വേണ്ട ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ പ്രധാനമാണ്. അവർ കളിക്കണം. പ്ലേ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, സോഷ്യലൈസേഷൻ, ഇതൊക്കെ ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് ഉണ്ട്. അത് അവരുടെ ഡെവലപ്മെൻറ്റ്സിനെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയും ഒരു റെസ്ട്രിക്ഷൻ പറയുന്നത്. പിന്നെ നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ഫിസിക്കലായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിന് സ്ട്രെയിൻ വരുന്നു എന്ന് തൊട്ട് ബാക്ക്, നെക്ക്, അല്ലെങ്കിൽ റിസ്റ്റിനൊക്കെ പെയിൻ ഉണ്ടാകുന്ന അത്തരം ചെറിയ ബുദ്ധിമുട്ടുകൾ തൊട്ട്
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിലേറ്റവും കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടി മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒബേസിറ്റിക്ക് അത് കാരണമായി മാറുന്നുണ്ട്. അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒബേസിറ്റി നമുക്കറിയാം മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസ്ക്. രണ്ടാമത്തെ കാര്യം സ്ലീപ്പാണ്. വളരെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എന്ന് പറയുന്നത്. ഒരു 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഒരു കുട്ടി ഉറങ്ങണം, എസ്പെഷ്യലി അഡോളസെൻ്റ് ഏജ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സ്ലീപ്പിനെ ഫോൺ യൂസേജ് അല്ലെങ്കിൽ സ്ക്രീൻ യൂസേജ് ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പലതരം ഹെൽത്ത് ഇഷ്യൂസ് ഫിസിക്കലി ഉണ്ടാകാം, സൈക്കോളജിക്കലി ഉണ്ടാകാം. പിന്നീട് വരുന്നത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്ലീപ്പിനെ കണക്ട് ചെയ്ത് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ സ്ലീപ്പ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിന് ആവശ്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് ആവശ്യമാണ്. അതായത് നമ്മുടെ ഇമോഷണൽ റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിലും ഒക്കെ ആഡിക്വേറ്റ് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ലീപ്പ് ബ്രേക്ക് ആവുന്നതിനനുസരിച്ച് കുട്ടികളിൽ ഇമോഷണലായിട്ടുള്ള ഔട്ട്ബേസ്റ്റുകൾ അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. അവർക്ക് ആങ്സൈറ്റി അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ഇത്തരം ഇമോഷണൽ ഡിസ്റെഗുലേഷൻ അതിന് ഒരു കാരണമായി മാറാം. ക്രമേണ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡേഴ്സിൻ്റെ ലക്ഷണങ്ങളിലേക്ക് അത് മാറുന്നതായിട്ട് കാണാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ സോഷ്യലൈസേഷനിൽ ഒരുപാട് ലിമിറ്റേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിയൽ വേൾഡിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പലതരത്തിലുള്ള സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം അവിടെ കുറയുകയും അത് പലതരത്തിലുള്ള ഇഷ്യൂസിലേക്ക് പിന്നീട് വരാം. സോഷ്യൽ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നതായിട്ട് പറയാം. അത്തരം ലിമിറ്റേഷൻസ് അതിനകത്ത് വരാം. പിന്നെ ഒബ്വിയസ്ലി അക്കാഡമിക്സ് വളരെ ഡിറ്റീറിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അഡ്വേഴ്സ് ഇഫക്റ്റുകൾ ധാരാളം എക്സസീവ് സ്ക്രീൻ ടൈമിൻ്റെ ഭാഗമായിട്ട്. സർ, കൊച്ചുകുട്ടികളിൽ സംസാരിക്കാൻ വൈകുന്നു, ഫോണിൻ്റെ അമിതമായ യൂസേജ് കാരണം അങ്ങനെ ഉണ്ടാകാറില്ലേ? തീർച്ചയായിട്ടും. അതാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത്. അതായത് കുട്ടികളുടെ ബർത്ത് മുതൽ ഇങ്ങോട്ട് അവരുടെ സോഷ്യോ അഡാപ്റ്റീവ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് അവരുടെ മോട്ടോർ ഡെവലപ്മെൻ്റ് ആയാലും സ്പീച്ച് ആയാലും സോഷ്യൽ സ്കിൽസ് ആയാലും ഇതൊക്കെ എങ്ങനെയാണ് റിയൽ വേൾഡുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും പേരൻസ് മറ്റാൾക്കാരിലൂടെയുള്ള ഇൻട്രാക്ഷൻസിലൂടെയാണ്. ഈവൻ സ്പീച്ചിന് പോലും ഈ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രീൻ ടൈം ഒരുപാട് കൂടിയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവർക്ക് അതിനുള്ള എക്സ്പോഷർ അവിടെ കുറയും, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കേണ്ട അവസ്ഥയിൽ പോകാറുണ്ടല്ലേ? അത് അതിന്റെ ഡെഫിസിറ്റ് അനുസരിച്ചുള്ള പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. സർ, വെർച്വൽ ഓട്ടിസം അങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ടാകാറില്ലേ അമിതമായിട്ടുള്ള ഫോൺ യൂസേജ് കാരണം? അതെ, പോപ്പുലറായിട്ട് ഇപ്പോൾ കേട്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അത് ഇത് തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഈ ഒരു ഏർലി സ്റ്റേജസിലാണല്ലോ. നമ്മളിപ്പം സ്ക്രീൻ ടൈമിൻ്റെ കാര്യം മാത്രമല്ല, കുട്ടിക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരിൽ നിന്നുള്ള ഇൻട്രാക്ഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടാതെ വരിക, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സോഷ്യൽ ക്യൂസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ വരിക, സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോൾ അതൊരു ഓട്ടിസ്റ്റിക് ലൈക്ക് ഫീച്ചേഴ്സ് ചിലപ്പം കാണിച്ചേക്കാം. അത് ശരിക്കുള്ള ഓട്ടിസം അല്ല, അതിന് സമാനമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. അത് പിന്നീട് റിക്കവർ ചെയ്യാവുന്നതാണ് ഈ ഒരു അവസ്ഥ മാറിക്കിട്ടിയാൽ. സർ, ഇപ്പം നമ്മൾ ഇത്ര നേരം ഈ ഫോണിൻ്റെ അമിതമായ യൂസേജ് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചത്. പക്ഷേ ചില ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകാറുണ്ട്. ടീനേജേഴ്സ് ഫോൺ യൂസ് ചെയ്തു, നമ്മുടെ ഇന്ത്യയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. കുട്ടികൾ ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്നു, ഓരോ തലങ്ങളിൽ അവരെത്തുന്നു. അപ്പം ഫോണിൻ്റെ ഒരു വേറൊരു വശം കൂടി ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. നമ്മൾ ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലെല്ലാം നമ്മൾക്ക് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് നമ്മുടെ ഒരു സൊസൈറ്റി ആദ്യം കാണുന്നത്. ഇത് നല്ലതാണോ, ഇത് ആവശ്യമുണ്ടോ, ഇത് കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യം. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുക, അബാലവൃദ്ധ ജനങ്ങൾ ഈയുടെ പിന്നാലെയാണ്. കാരണം അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ അതിനർത്ഥം ടെക്നോളജി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ അനിവാര്യമായ ഒരു ടൂളാണ്. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എക്സസ് ആവുന്നതിൻ്റെ പ്രശ്നമാണല്ലോ പറഞ്ഞത്. പക്ഷേ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലും ഈ ഡിവൈസസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിഷ്യലായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒന്ന് അവരുടെ ലേണിംഗ് പ്രോസസ്സിനാണ്. അവർ പഠനം, അവർ നോളജ് അക്വയർ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ഡിവൈസസിൻ്റെ യൂസ് എന്താണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതൊന്ന്.
പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോം, അതായത് അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അവിടെ ഫ്രണ്ട്സിനോട് കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നു, വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന റിലേറ്റീവ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന ഒരു സാധ്യതയും ഈ ഡിജിറ്റൽ ഡിവൈസസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അവരുടെ സെൽഫ് എക്സ്പ്രഷൻസിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് അവരുടെ ടാലൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളതിൻ്റെ അത്രയൊരു സാധ്യത നമ്മൾ നേരത്തെ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ധാരാളം ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ വേൾഡിലുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതും മിതമായ രീതിയിലും ബാലൻസ്ഡ് ആയിട്ടും പോവുക എന്നുള്ളതാണ്. സർ, ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ യൂസേജിന്റെ ഗുണങ്ങളും ദോഷവശങ്ങളും എല്ലാം പറഞ്ഞു. പേരൻസിനാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ, അവർക്ക് എന്ത് ചെയ്യാം എന്നത്. അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത് എന്താണ്? പല പേരൻസിൻ്റെയും കംപ്ലയിൻറ്റ്സ്, കുട്ടികൾ ഫോണിൽ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല, എന്നെക്കാളും നോളജ് അവനാണ് അല്ലെങ്കിൽ അവൾക്കാണ് എന്നുള്ള തരത്തിൽ പരാതിപ്പെടുന്നതാണ്. പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പേരൻസ് തീർച്ചയായിട്ടും അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ യൂസേജിനെ കുറിച്ചായാലും സൈറ്റുകളെ കുറിച്ചായാലും അല്ലെങ്കിൽ അതിൻ്റെ ആപ്പുകളെ കുറിച്ചായാലും പ്ലാറ്റ്ഫോമുകളെ കുറിച്ചായാലും ഒരു അവെയർനെസ് പേരൻസിന് ഉണ്ടായിരിക്കണം. രണ്ട്, ഈ ഡിവൈസസുകളുടെ കൺട്രോൾ പേരൻസിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അതിലൊരു ഹെൽപ്ലെസ്നെസ് കാണിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതായത് അവരും കുട്ടികളോടൊപ്പം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു വളരുക, അല്ലേ? അതെ, കുട്ടിയിൽ നിന്നും അവർക്ക് പഠിക്കാം, അത് ശരിയാണ്. പക്ഷെ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പേരൻറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പേരൻറ്റിൽ നിന്നാണല്ലോ ഈ ഡിവൈസിൻ്റെ എക്സ്പോഷർ കുട്ടിക്ക് കിട്ടുന്നത്, അല്ലാതെ ആദ്യമേ തന്നെ കുട്ടി അതിലേക്ക് വരുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടിയെ ഇത് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ കോ വ്യൂവിങ് എന്ന് പറയും. അതായത് പേരൻ്റ് ഒരു ഡിവൈസ് കൊടുത്താൽ ഒപ്പം ഇരുന്ന് കുട്ടിക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണെന്ന് പേരൻറ്റ് ഡിസൈഡ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അത് ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്നും ഒക്കെ പേരൻറ്റ് ഓൾറെഡി തന്നെ മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമേ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ എത്ര വയസ്സ് വരെ, ഏത് വയസ്സ് വരെ മാത്രമാണ് കുട്ടികൾക്ക് പേരൻറ്റിൻ്റെ റെഗുലേഷനോടുകൂടി മാത്രം ഇത്തരം ഡിവൈസസ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ പേരൻസിനുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ചില റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഡേ ടൈമിൽ എത്ര ടൈം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീക്കിലി എത്ര ടൈം, ഏതൊക്കെ സമയങ്ങൾ യൂസ് ചെയ്യാം എന്നൊക്കെ പേരൻ്റ് ഓൾറെഡി ഒരു നിയന്ത്രണം, ഒരു റൂൾസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് പല അറേഞ്ച്മെൻറ്റ്സും വരുത്താം. ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈസസിൻ്റെ ഫ്രീ സോൺ, വീട്ടിൽ ബെഡ്റൂം അല്ലെങ്കിൽ ഡൈനിങ് റൂം ഇത്തരം ഏരിയകളിൽ ഡിജിറ്റൽ ഡിവൈസസ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു റൂള് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എന്തിനാണ്? ഭക്ഷണത്തെ അതായത് അവരുടെ ഫീഡിങ്ങിനെ ബാധിക്കരുത് അല്ലെങ്കിൽ സ്ലീപ്പിനെ ബാധിക്കരുത് എന്നുള്ള തരത്തിൽ. അതുപോലെ തന്നെ ചില ഫ്രീ ടൈമുകൾ, അതായത് ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബെഡ് ടൈമിന് 1 മണിക്കൂർ മുൻപേ സ്റ്റോപ്പ് ചെയ്യണം. ഇത്തരത്തിൽ പലതരത്തിലുള്ള റെഗുലേഷൻസ് വെക്കുന്നതിലൂടെ ഈ എക്സസീവ് യൂസേജ്, സ്ക്രീൻ ടൈമിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. താങ്ക് യു സർ. സാറിൻ്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. വളർച്ചയുടെ പടവുകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നമ്മോട് സംസാരിച്ചത് പെരിനാട് മനനം സെന്റർ ഫോർ ക്ലിനിക്കൽ സൈക്കോളജി സർവീസസിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ അനിൽകുമാർ സാറാണ്. പരിപാടിയുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.